ഹലോ, വെൽക്കം ബാക്ക്. പാസ്ത അല്ല ഉണ്ടാക്കാൻ പോണ, പകരം പായസമാണ് ഉണ്ടാക്കാൻ പോണ ഇത് വെച്ചിട്ട്. അങ്ങനെ ഞാനിതിനെ കുറച്ച് നല്ല രീതിക്കൊന്ന് ചെറുതായിട്ട് തല്ലി ചതച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ 2 പാക്കറ്റാണ് ഞാൻ എടുത്തത്. ഇതേ രീതിക്ക് പൊടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് 2 കപ്പിന് 3 കപ്പ് എന്നുള്ള രീതിക്കാണ് ഞാൻ വെള്ളം ചേർത്തത്. എന്നിട്ട് അതിനെ ഞാൻ 3 വിസിൽ കേൾപ്പിച്ച് എടുത്തായിരുന്നു. ഇതൊരു അരമണിക്കൂറോളം അങ്ങനെ ഇരുന്നപ്പോൾ അങ്ങ് പെട്ടെന്ന് അങ്ങ് കട്ടി പിടിച്ചെന്ന് വെച്ചാൽ അത്രയും നല്ല രീതിക്കൊന്ന് കട്ടി പിടിച്ചിട്ടുണ്ടായിരുന്നേ. അത് കഴിഞ്ഞിട്ട് ചൗവരിയാണ് എടുത്തത്. 1/2 കപ്പ് ചൗവരിക്ക് 3/4 കപ്പ് വെള്ളം എന്നുള്ള രീതിക്കാണ് ഞാൻ എടുത്തത്. എന്നിട്ട് സെയിം കുക്കറിൽ 3 വിസിലാണ് ഞാൻ കേൾപ്പിച്ചത്. എന്നിട്ട് ഞാൻ കുറച്ച് ചൂട് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമുക്കിനി പായസത്തിലേക്ക് കിടക്കാം. 3 ടേബിൾ സ്പൂൺ ഞാൻ നെയ്യ് ഒഴിച്ചിട്ട് ഞങ്ങളുടെ പ്ലാന് മുന്തിരി മാത്രം വറുത്തെടുക്കാനായിരുന്നു. കാഷ്നട്ടൊക്കെ അതേപടി അതിനകത്തോട്ട് ഇടാമെന്നായിരുന്നു പ്ലാൻ. കാഷ്നട്ട് അതേപടി അങ്ങ് അതിലേക്കിട്ട് കഴിക്കാനാണ് കുറച്ചുകൂടെ ടേസ്റ്റ് എന്നായിരുന്നു ഞങ്ങളുടെ കണ്ടുപിടുത്തം. അതുകൊണ്ട് ഞങ്ങൾ അതിനകത്തേക്ക് കാഷ്നട്ട് ഇട്ട് വറുത്തെടുത്തിട്ടുണ്ടായിരുന്നില്ല. മുന്തിരി മാത്രം എടുത്തിട്ട് വറുത്തെടുത്തു. അതേ നെയ്യ് തന്നെയാണ് ഇത് ചേർത്ത് കൊടുത്തത്. ഇത് അത്യാവശ്യം നല്ല കട്ടിയായി പോയിട്ടുണ്ടായിരുന്നു. കുറേ നേരം അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറേ എന്തൊക്കെയൊക്കെയോ ചെയ്തുകൊണ്ട് കിടന്നു. അതിട്ട് കഴിഞ്ഞതിന് ശേഷമാണ് ചൗവരി ഇട്ട് അത് കഴിഞ്ഞിട്ട് വെള്ളം ചൂടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിലേക്ക് ഒഴിച്ച് നല്ല ലൂസാവുന്ന രീതിയിൽ കുറേ നേരം ഇളക്കിക്കൊണ്ടേയിരുന്നു. അത്യാവശ്യം വിട്ട് ആ ഒരു കട്ടിയായിരുന്ന ആ ഒരു ഇത് ഇങ്ങനെ ലൂസായിക്കൊണ്ട് വന്നു. പിന്നെ വേറൊരു പാത്രത്തിൽ പാല് ഞാൻ തിളപ്പിക്കാൻ വെച്ചായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് പഞ്ചസാര ആവശ്യത്തിന് ഞാൻ ചേർത്ത് കൊടുത്തു. അതിലേക്ക് ഏലക്ക ആവശ്യത്തിന് പൊടിച്ചത് ചേർത്ത് കൊടുത്തു. അടുത്ത് ഞാൻ പാലാണ് ഒഴിച്ചത്. ഒരു 1/2 ലിറ്റർ പാല് ഞാൻ ഒഴിച്ചായിരുന്നു. എന്നിട്ട് നല്ല രീതിക്ക് തിളപ്പിച്ചു. അതൊന്ന് കുറുകി വന്നതിന് ശേഷം ഞാൻ മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുത്തു. മിൽക്ക് മെയ്ഡ് ഒരു 1/2 ടിന്ന് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. കാരണം 2 പാക്കറ്റായിരുന്നു എടുത്തത്. അതുകൊണ്ടാണ് ഞാൻ 1/2 ടിന്ന് ഒഴിച്ചത്. അത് കഴിഞ്ഞിട്ട് ഇതിനെ കുറച്ചുകൂടെ റിച്ച് ആക്കാൻ വേണ്ടിയിട്ടാണ് ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യൂടെ ചേർത്ത് കൊടുത്തത്. എന്നിട്ട് നല്ല രീതിക്ക് അതിനെ 20 മിനിറ്റ് തിളപ്പിച്ചെടുത്തു. ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക്.